നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പല വീട്ടമ്മമാരും അനുഭവിക്കുന്ന പക്ഷെ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ വീട്ടിൽ എല്ലാവരെയും ശ്രദ്ധിക്കുന്നു. ഭർത്താവിനെയും മക്കളെയും മാതാപിതാക്കളെയും വീട്ടിലെ ഓരോ കാര്യങ്ങളെയും ശ്രദ്ധിക്കുന്നു. പക്ഷെ ഒരു ചോദ്യം, സ്വയം ശ്രദ്ധിക്കാൻ നമ്മൾ എത്ര സമയം കണ്ടെത്തുന്നുണ്ട്? പലപ്പോഴും ഒരു വീട്ടമ്മയ്ക്ക് അസുഖം വന്നാലും അവൾ ജോലി നിർത്താറില്ല. മനസ്സ് തളർന്നാലും അത് പുറത്തു കാണിക്കാറില്ല. അങ്ങനെ ദിവസങ്ങളോളം സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ മനസ്സും ശരീരവും പതുക്കെ ക്ഷീണിക്കാൻ തുടങ്ങും. ഇന്ന് അത്തരത്തിലൊരു വീട്ടമ്മ മാനസികമായി തളരുന്ന 7 പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ലക്ഷണങ്ങളിൽ ചിലത് നിങ്ങൾക്കുമുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. 1. എപ്പോഴും ക്ഷീണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ക്ഷീണം. ഒരു ജോലിയും ചെയ്യാൻ ഉത്സാഹമില്ല. രാത്രി ഉറങ്ങിയിട്ടും വിശ്രമം കിട്ടിയതായി തോന്നുന്നില്ല. ഇത് വെറും ജോലിഭാരം കൊണ്ട് മാത്രമല്ല, മനസ്സിനും വിശ്രമം ആവശ്യമാണ് എന്നതിന്റെ സൂചനയാകാം. 2. കാരണമില്ലാതെ കരയുക. ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും കണ്ണു നിറയാൻ കാരണമാകും. ഒരു വാക്ക്, ഒരു സംഭവം, അല്ലെങ്കിൽ യാതൊരു കാരണവുമില്ലാതെ. ഇത് പലപ്പോഴും ഉള്ളിൽ അടക്കിവെച്ചിരിക്കുന്ന വികാരങ്ങൾ പുറത്തുവരുന്നതാണ്. 3. ദേഷ്യം കൂടുക. മുമ്പ് ശാന്തമായി കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ അസഹനീയമായി തോന്നുന്നു. കുട്ടികളുടെ ബഹളം, വീട്ടിലെ ചെറിയ പ്രശ്നങ്ങൾ, ആരെങ്കിലും സഹായം ചോദിക്കുന്നത്, ഇതെല്ലാം പെട്ടെന്ന് ദേഷ്യം വരാൻ കാരണമാകുന്നു. 4. ആരോടും സംസാരിക്കാൻ തോന്നാതിരിക്കുക. ഫോൺ വന്നാലും എടുക്കാൻ മടി. സുഹൃത്തുക്കളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല. ഒറ്റയ്ക്കിരിക്കണം എന്ന തോന്നൽ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമാണ്. 5. സ്വന്തം കാര്യങ്ങൾ മറക്കുക. വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ ഓർക്കും, പക്ഷേ സ്വന്തം ആരോഗ്യവും സന്തോഷവും പിന്നിലാകും. പതുക്കെ സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെട്ടതുപോലെ തോന്നാം. ഇനി എന്ത് ചെയ്യണം? ഈ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊരു യന്ത്രമല്ല. എപ്പോഴും ഓടിക്കൊണ്ടിരിക്കാൻ ആർക്കും കഴിയില്ല. ശരീരം ക്ഷീണിക്കുന്നതുപോലെ മനസ്സും ക്ഷീണിക്കും. അതുകൊണ്ട് ആദ്യം സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. ഞാൻ പഴയതുപോലെയില്ല, എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഞാൻ മടിയാകുന്നു. ഇങ്ങനെ ചിന്തിക്കേണ്ടതില്ല. നിങ്ങളുടെ മനസ്സും ശരീരവും കുറച്ച് വിശ്രമം ആവശ്യപ്പെടുകയാണ്. ദിവസത്തിൽ 24 മണിക്കൂറിൽ കുറഞ്ഞത് 15 മുതൽ 30 മിനിറ്റ് വരെ സമയം നിങ്ങൾക്കായി മാത്രം മാറ്റിവെക്കാൻ ശ്രമിക്കുക. ആ സമയം വീട്ടുജോലികൾക്കോ ഫോൺ വിളികൾക്കോ മറ്റാരുടെയും ആവശ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കരുത്. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. വീടിന്റെ മുറ്റത്ത് കുറച്ചു സമയം നടക്കാം, ചെടികൾ നനയ്ക്കാം, പൂക്കൾ നോക്കിയിനെ ശാന്തമാക്കാൻ വളരെ സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം, ഒരു നല്ല പുസ്തകം വായിക്കാം, ശാന്തമായിരുന്ന് ഒരു കപ്പ് ചായ കുടിക്കാം. ഇവ നിസ്സാര കാര്യങ്ങളാണെന്ന് തോന്നാം, പക്ഷേ മനസ്സിന് ലഭിക്കുന്ന വിശ്രമം വളരെ വലുതായിരിക്കും. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഉള്ളിൽ മാത്രം സൂക്ഷിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കുക. ഭർത്താവിനോടോ സുഹൃത്തിനോടോ സഹോദരിയോടോ മനസ്സ് തുറക്കുക. ചിലപ്പോൾ നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടെന്ന് തോന്നൽ തന്നെ വലിയ ആശ്വാസമാണ്. വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടതില്ല. കഴിയുന്നിടത്ത് കുടുംബാംഗങ്ങളുടെ സഹായം തേടുക. സഹായം ചോദിക്കുന്നത് ഒരു കുറവല്ല, അത് സ്വയം ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമാണ്. ഓർമ്മിക്കൂ, കുടുംബത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ വീട്ടമ്മയും സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരാളാണ്. നിങ്ങൾ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിനും കൂടുതൽ കരുത്തായി നിൽക്കാൻ കഴിയൂ. എല്ലാവരെയും നോക്കുന്നതുപോലെ സ്വയം ശ്രദ്ധിക്കാനും സമയം കണ്ടെത്തൂ. ഓർമ്മിക്കൂ, നിങ്ങളുടെ സന്തോഷവും ആരോഗ്യവും കുടുംബത്തിന് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കൂ. ഇനിയും ഇത്തരം വീഡിയോകൾക്കായി ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.